നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ പഞ്ചായത്തിലെ 8 കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയിൽ രാജി വിവാദമൊഴിയുന്നില്ല. വാദപ്രതിവാദങ്ങളും ശക്തം. ചൊക്കനയിലെ ഹാരിസൺ എസ്റ്റേറ്റിലുള്ള തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. മാളാഷ്ടമിച്ചറിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ മിനി ലോറിയുടെ പിറകിൽ ബൈക്കിടിച്ച് വയോധികൻ മരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഓൾ കേരള ടൈലേഴ്സ് യൂണിയൻ അളഗപ്പ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തലോർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം ഡിസംബർ 29 മുതൽ ജനുവരി 4 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി 8 കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി പാർട്ടിയിൽ നിന്നും രാജിവെച്ച സംഭവത്തിൽ വിവാദമൊഴിയുന്നില്ല. വാദപ്രതിവാദങ്ങളും ശക്തമാണ്. ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വലിയ നാടകീയ സംഭവങ്ങളുടെ വേദിയായി. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൽ നിന്ന് ജയിച്ച 8 കോൺഗ്രസ് മെമ്പർമാരും BJPയിലെ 4 അംഗങ്ങളിൽ 3 പേരുടെ വോട്ടും ലഭിച്ച് 12 വോട്ട് നേടിയാണ് ടെസി ജോസ് വിജയിച്ചത്. ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേപ്പിന് ആകെ 11 വോട്ട് ലഭിച്ചു. ഇതിൽ 10 വോട്ട് LDF അംഗങ്ങളുടേതാണ്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കോൺഗ്രസ് അംഗങ്ങൾ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മിനിമോൾ, ശ്രീജ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് രാജി സമർപ്പിച്ചത്. അതേസമയം രാജിവെച്ചവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിച്ചു. 8 പഞ്ചായത്ത് അംഗങ്ങളെയാണ് പുറത്താക്കിയത്. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റത്തൂരിൽ ഒറ്റച്ചാട്ടത്തിന് കോൺഗ്രസുകാർ BJP ആയെന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മരുന്നിന് പോലും ഒരാളെ ബാക്കിയാക്കാതെ എല്ലാവരെയും BJP എടുത്തു. സംഘപരിവാറിന് നിലമൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച പഞ്ചായത്ത് അംഗങ്ങളായി മാറിയ മുഴുവൻ പേരും കൂറുമാറി BJP പാളയത്തിലെത്തി ഭരണം പിടിച്ചു. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ UDFിനുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വയ്ക്കാതെ BJP അവരെ അങ്ങെടുത്തു. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനുമെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും പരിഹാസം പറയുന്നതിലാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്നും തോറ്റിട്ടില്ല എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. തോൽവിയെക്കുറിച്ചാണ് LDF പഠിക്കേണ്ടത്. ഒന്നും കിട്ടാത്തതുകൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ കാര്യം പറയുകയാണ്. മറ്റത്തൂരിൽ കോൺഗ്രസിലെ ആരും BJPയിലേക്ക് പോയിട്ടില്ല. 2 കോൺഗ്രസ് വിമതർ അവിടെ വിജയിച്ചു. അതിൽ ഒരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ ശ്രമിച്ചു. മറ്റൊരു കൂട്ടർ മറ്റൊരു വിമതനെ പ്രസിഡന്റാക്കാൻ പിന്തുണ കൊടുത്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. അവിടെ പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അതല്ലാതെ ആരും BJPയിലേക്ക് പോയിട്ടില്ല. BJPയിലേക്ക് അവർ പോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. BJPയെ ശക്തിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും മുഖ്യമന്ത്രി ഒപ്പിടുമെന്നും VD സതീശൻ പരിഹസിച്ചു. തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിലെന്താ? മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അതാണ്
അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJP-യിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJP-യെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും BJP-യിലൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും അറിയാലോ എന്താ നടന്നത്. ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് BJP-യിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് BJP-ക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അതങ്ങനെയെന്ന് വെച്ചാൽ അത് AICC-യുടെ കൂടെ തീരുമാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത്, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകും, 50% വേണം എന്ന് പറയാറുള്ളത്. അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. അത് ഞങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആളല്ലേ. ഇനി ഞങ്ങളുടെ പുറകെ വരേണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി, ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണ്. ആ ആഗ്രഹം ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പ്രതികരിച്ച് നടപടി നേരിട്ട കോൺഗ്രസ് അംഗങ്ങളും പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനും. കോൺഗ്രസ് അംഗത്തെ വിലക്കെടുക്കാനുള്ള CPM ഗൂഢതന്ത്രമാണ് ഇന്നലെ മറ്റത്തൂരിൽ കണ്ടതെന്നും CPM-നോടുള്ള വൈരാഗ്യത്താൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും TM ചന്ദ്രൻ പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ടെസി കല്ലറയ്ക്കൽ, വൈസ് പ്രസിഡന്റ് നൂർജഹാൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് മെമ്പർ പ്രവീൺ കുമാർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, മറ്റ് പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി. തൃശൂർ DCC-ക്കെതിരെയും അംഗങ്ങൾ രൂക്ഷ വിമർശനം നടത്തി. DCC അധ്യക്ഷൻ പച്ചക്കള്ളം പറയുകയാണെന്നും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ലെന്നും TM ചന്ദ്രൻ പറഞ്ഞു. DCC ചിഹ്നം കൊടുത്ത 3 സ്ഥാനാർത്ഥികളും BJP-ക്ക് വേണ്ടി പ്രചാരണം നടത്തി. BJP പിന്തുണയിൽ മത്സരിച്ച ശേഷം കോൺഗ്രസ് പാർട്ടി നേതൃത്വം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത KR ഔസേപ്പിനെ CPM വിലക്കെടുക്കുകയായിരുന്നു. ഔസേപ്പ് കാലുമാറുമെന്ന് കൗൺസിൽ ഹാളിൽ എത്തും വരെ അറിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് കോൺഗ്രസ് ടെസി കല്ലറയ്ക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. തുടർന്ന് CPM-നോടുള്ള വൈരാഗ്യത്താൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾക്ക് രാജിവെക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാതെ രാജിവെക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പാർട്ടി ഇടപെടൽ നടത്തിയാൽ കേൾക്കുമെന്നും മറ്റത്തൂരിൽ പാർട്ടി അടിയന്തരമായി ഇടപെടണമെന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി. നേതാക്കൾക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണമെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് അനുകൂല തീരുമാനമെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. KR ഔസേപ്പിന് മാത്രമാണ് തങ്ങൾ രാജിക്കത്ത് കൊടുത്തതെന്നും അത് മുന്നറിയിപ്പായി നൽകിയതാണെന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. വിഷയങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ സുവ്യക്തമായ നിലപാടാണുള്ളത്. CPM-ന്റെ അഴിമതി മൂടിവെക്കുന്നതിന്റെ ഭാഗമായി ഒരു കോൺഗ്രസ് അംഗത്തെ വിലക്കെടുത്തത് മറച്ചു വയ്ക്കാനുള്ള ചില മാധ്യമങ്ങളുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഗൂഢതന്ത്രത്തിന്റെ പരിണത ഫലമാണ് ഇന്നലെ കണ്ട നാടകങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച്, അവിടെ UDF-നെ സംബന്ധിച്ച് 24 സ്ഥാനാർത്ഥികളാണ് ആ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നത്. ആ 24 സ്ഥാനാർത്ഥികളുടെയും പേര് വെച്ച് കൃത്യമായി നോട്ടീസ് അച്ചടിച്ചിറക്കിയാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ 24 പേരിൽ ഉൾപ്പെട്ടയാളാണ് ശ്രീ KR ഔസേപ്പ്. അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായ ടെസി ജോസ്. 24 പേരുടെയും പടം വെച്ചാണ് നോട്ടീസ് അടിച്ചിറക്കി എല്ലാ വീടുകളിലും വിതരണം ചെയ്തത്. അതിൽ UDF-ന്റെ മുഴുവൻ നേതാക്കളുടെയും പേര് കൃത്യമായും ആ അഭ്യർത്ഥനയുടെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിനിഞ്ഞാന്ന് കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്തു പോയ KR ഔസേപ്പ് എന്ന് പറയുന്ന UDF മെമ്പർ, ആ UDF മെമ്പറെ CPM വിലക്കെടുക്കുകയായിരുന്നു. എന്തിനാണ് CPM അങ്ങനെ വിലക്കെടുക്കുന്നത്? കോൺഗ്രസ് നിർത്താൻ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് KR ഔസേപ്പ്. അപ്പോൾ ഒന്നുകിൽ KR ഔസേപ്പ് ടോസിലൂടെ 10 മെമ്പർമാർ UDF-നും 10 മെമ്പർമാർ LDF-നും ഉള്ളപ്പോൾ ടോസിലൂടെ ഒന്നുകിൽ KR ഔസേപ്പ് പ്രസിഡന്റാകും, അല്ലെങ്കിൽ CPM-ന്റെ മെമ്പർ പ്രസിഡന്റാകും. 50% സാധ്യത
CPM നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി കോൺഗ്രസിൻ്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ CPM പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ 10-20 വർഷക്കാലത്തിലേറെയായുള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും ഞങ്ങൾ ഇന്നലെ 9 മെമ്പർമാർ ഔസേപ്പ് ഒഴികെയുള്ള 9 മെമ്പർമാർക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ടെസ്സി ജോസിനെ സ്ഥാനാർത്ഥിയാക്കണം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർദ്ദേശം. ഔസേപ്പ് കാലുമാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഹാളിൽ കിടക്കുന്നത് വരെ ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഔസേപ്പിൻ്റെ പേര് ഒരു CPM മെമ്പർ നിർദ്ദേശിക്കുകയും മറ്റൊരു CPM മെമ്പർ പിന്താങ്ങുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ ടെസ്സിയുടെ പേര് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്തു മത്സരം ഉണ്ടായി. അവിടെ CPM വിരോധം കൊണ്ടാവാം BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് 12 വോട്ട് കോൺഗ്രസ് ടെസ്സി ജോസിനും 11 വോട്ടുകൾ KR ഔസേപ്പിനും കിട്ടി. ഒരു വോട്ട് അസാധുവായി. ആ തെരഞ്ഞെടുപ്പ് ഫലം ടെസ്സി ജോസിന് അനുകൂലമായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ CPM നേതാക്കളെയും BJP നേതാക്കളെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഞാനടക്കമുള്ള മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും തത്സമയം അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ ചാനലുകളും അറിയാമായിരുന്നു ഞങ്ങളവിടെ ഉണ്ടെന്ന്. ഞങ്ങളിൽ നിന്നൊരു അഭിപ്രായം നേടാൻ പോലും ഈ ഒരു ചാനലുകളോ ഒരു മാധ്യമങ്ങളോ തയ്യാറായില്ല. എത്രയും വേദനാജനകമായ കാര്യമാണ്. കടുത്ത നുണപ്രചരണമാണ് പല ചാനലുകളും നടത്തിയത്. കോൺഗ്രസ് മെമ്പർമാർ BJPയിൽ ചേർന്നു, കോൺഗ്രസ് മെമ്പർമാർ ധാരണയുണ്ടാക്കി എന്നൊക്കെയാണ് ചാനലുകൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനെ ഞാൻ നേരിട്ട് വിളിച്ചു. നിങ്ങൾ എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നതെന്ന് ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനോട് ഞാൻ വളരെ വ്യക്തമായി ചോദിച്ചു. മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്യാനുണ്ടായത്. അപ്പോൾ എന്തിൻ്റെ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത്തരം ഹീനമായ നുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറായ തൊട്ട് മുമ്പ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ആള് ഒരു നിമിഷത്തിൽ ഉണ്ടായിരുന്ന ഒരു വികാരം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരുന്നതാണ്. BJPയുമായി നിങ്ങൾ കൂട്ടുചേർന്നു എന്ന് കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആ പക്ഷമായി ചേരാതിരിക്കാൻ വേണ്ടി ഒരിക്കലല്ല. ഏറ്റവും വലിയ തെറ്റായ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കൊടുത്ത ഈ പറയുന്ന ആളുകൾ BJPയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞതാണ്. ആരാണ് BJPയിലേക്ക് ചേർന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പോലും മറ്റത്തൂരിൽ ഒരാൾ പോലും BJPയിൽ ചേർന്നിട്ടില്ല. നാളെയും BJPയിൽ ചേരില്ല, മറ്റന്നാളും BJPയിൽ ചേരില്ല. കൃത്യമായി തെറ്റായി ആദ്യമായി അല്ല ഒരാൾ വാർത്ത BJPയിൽ ചേർന്നില്ല. ഒരാൾ പോലും BJPയിൽ ചേർന്നില്ല. BJP ഒരു മുന്നണി ഉണ്ടാക്കി അവിടെ. ആ മുന്നണിയുടെ 2 കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചു. ആ മുന്നണിയിൽ BJP ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? ഈ കത്ത് നിങ്ങൾ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ പോയെന്നാണ് ഇത് എഴുതി ഒപ്പിട്ടത്. അല്ല, എന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇത് പ്രചരിപ്പിച്ചു. എന്തിനാണെന്നറിയോ? ഞങ്ങൾ ഇത് നേരത്തെ കൊടുത്തു എന്ന് വരുത്തി തീർക്കണം. ചൊക്കനയിലെ ഹാരിസൺ എസ്റ്റേറ്റിലുള്ള തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വട്ടോലി മുഹമ്മദ് അലിയും കുടുംബവും താമസിക്കുന്ന പാടിക്ക് മുന്നിലായാണ് കാട്ടാന എത്തിയത്. രാത്രി 3 മണിയോടെ എത്തിയ ഒറ്റയാൻ ഇവിടെയുണ്ടായിരുന്ന വാഴകൃഷി നശിപ്പിച്ചു. പതിവായി കാട്ടാന ശല്യം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് ഈയിടെയായി ദിവസവും കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. തൊട്ടടുത്തുള്ള നായാട്ടുകുണ്ട് പ്രദേശത്തും വീടുകൾക്കരികെ കാട്ടാനയെത്തുന്നുണ്ട്. മാള അഷ്ടമിച്ചിറയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ മിനി ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് വയോധികൻ മരിച്ചു. മാള പള്ളിപ്പുറം സ്വദേശി കളത്തിൽ വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. മിനി ലോറിയിലുണ്ടായിരുന്ന 3 പേർക്കും പരിക്കേറ്റു.
മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പുളിഞ്ചോട് സ്വദേശിയായ ഓട്ടോ യാത്രക്കാരിക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. മൂക്കിന് പരിക്കേറ്റ യാത്രക്കാരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരുടെ പരിക്ക് സാരമുള്ളതല്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കരുവാപ്പടി സെന്ററിലായിരുന്നു അപകടം. മണ്ണമ്പേട്ട ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോ പ്രധാന റോഡിലേക്ക് കടന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ കാനയിലിടിച്ചാണ് നിന്നത്. ഒല്ലൂരിൽ വ്യത്യസ്ത അപകടങ്ങളിലായി 2 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് 45-കാരന് പരിക്ക്. കല്ലൂർ തേറാട്ടിൽ കളപ്പുര വീട്ടിൽ ഡെൽസനാണ് പരിക്കേറ്റത്. സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പൂമല തറയിൽ വീട്ടിൽ ഹേമയ്ക്കാണ് പരിക്കേറ്റത്. ഓൾ കേരള ടൈലേഴ്സ് യൂണിയൻ അളഗപ്പ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. ദിവ്യ സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂർ ഏരിയ സെക്രട്ടറി ലിമി സന്തോഷ്, യൂണിറ്റ് സെക്രട്ടറി റീന ബാബു, ഏരിയ കമ്മിറ്റി അംഗം സ്മിത സുരേഷ്, സജിത, ജിജി ബെന്നി എന്നിവർ പ്രസംഗിച്ചു. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകണമെന്നും ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ത്വരിതഗതിയിൽ നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതുക്കാട് ടൗൺ സഹകരണ സംഘം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AB സിന്ധു സന്നിഹിതയായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കാർഷിക മേഖലയെ വരൾച്ചയിലേക്ക് തള്ളിവിടാതെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ നിർമ്മിക്കാറുള്ള ചിറകളുടെ ടെൻഡർ നടപടികൾ ഇതുവരെയായിട്ടും നടത്താതെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. BJP വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് K രജുകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, BB അരുൺ, മുകുന്ദൻ പാലത്തിങ്കൽ, മെൽബിൻ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. തലോർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം ഡിസംബർ 29 മുതൽ ജനുവരി 4 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 29 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ K രാഹുൽ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1 പഞ്ചരത്ന കീർത്തനാലാപനം, 2 വൈകിട്ട് തിരുവാതിരക്കളി എന്നിവ നടക്കും. ജനുവരി 3, 4 തീയതികളിൽ രാവിലെ ശ്രീഭൂതബലിയും ദേവീ ദേവന്മാരെ പുറത്തേക്ക് എഴുന്നള്ളിക്കലും നടക്കും. 4 വൈകിട്ട് തൃക്കൂർ അശോക് ജി നായർ, ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക നടക്കും. എല്ലാ ദിവസവും പ്രത്യേക പൂജകളും മഹാനിവേദ്യ വിതരണവും ഉണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ EV കൃഷ്ണൻ നമ്പൂതിരി, C ദേവദാസ്, PN പ്രകാശൻ, TN നിഷാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമസ്കാരം. തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര പുണർദം തിരുവുത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ആ മഹോത്സവത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടന്നു വരുന്ന ഈ തിരുവാതിര പുണർദം തിരുവുത്സവം 7 ദിവസമായിട്ട് 29-ാം തീയതി ആരംഭിച്ച് 4-ാം തീയതി ഉച്ചയോടുകൂടി അവസാനിക്കുന്ന തരത്തിൽ ആണ് 7 ദിവസമായിട്ടാണ് ഈ തിരുവാതിര തിരുവുത്സവം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓണം, വിഷു, തിരുവാതിര ഒന്നാണ് ഈ തിരുവാതിര. അത് വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ തിരുവാതിര. ആ തിരുവാതിര കാലത്തെ ഭക്ഷണ രീതിയും ജീവിത രീതിയിലൊക്കെ ആരോഗ്യം വർധനവിനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പരിപാടികളും ഈ ദിവസങ്ങളിൽ അവിടെ നടക്കും. എല്ലാ ഭക്തജനങ്ങൾക്കും 3 ദിവസം പ്രസാദ വിതരണം ഉച്ചനേരത്ത് ഉണ്ടായിരിക്കും. ഇത് കാലങ്ങളായിട്ട് വളരെ ചിട്ടയോടും ഭംഗിയായിട്ടും നടന്നു വരുന്ന ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ എല്ലാ ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ, ചുറ്റുവിളക്ക്, അതുപോലെ ദീപാലങ്കൃതമായിട്ടുള്ള ക്ഷേത്ര പരിസരമാണ്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം 2025 ഡിസംബർ 29 തിങ്കളാഴ്ചയാണ് ഉത്സവം ആരംഭിക്കുന്നത്. 2026 ജനുവരി 4-നാണ് ഇത് സമാപിക്കുന്നത്. സെക്രട്ടറി നമ്മളെ
കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അതിൽ വിട്ടുപോയി എന്ന് പറയാവുന്നൊരു ഇതുള്ളൂ. വസുർധാര എന്ന് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ്, ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച, മകീരത്തിൻ്റെ അന്ന്. അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. അത് കൂടി ഇതിൻ്റെ ഒപ്പം നടത്തപ്പെടുന്നുണ്ട്. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ 10ാമത് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടത്തി. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. ചൊവ്വല്ലൂർ മോഹനവാരിയർ പഞ്ചാരിമേളത്തിന് പ്രമാണികനായി ഉച്ചതിരിഞ്ഞ് കാഴ്ച ശീവേലിയും നടത്തി. പഞ്ചവാദ്യത്തിന് അയിലൂർ അനന്തനാരായണ ശർമ്മയും പാണ്ടിമേളത്തിന് പെരുവരംകുട്ടം മാരാരും നേതൃത്വം നൽകി. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായി. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടന്നു. ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, നടുവം ഹരി നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉമാമഹേശ്വര പൂജയുടെ ഭാഗമായി ഭക്തജനങ്ങൾ ഐമ്പറ സമർപ്പണം നടത്തി. സമൂഹാർച്ചനയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ജനുവരി 2-നാണ് തിരുവാതിര ആഘോഷങ്ങൾ. ആളൂർ ആനത്തടം സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. തിരുനാൾ കൊടിയേറ്റം ആളൂർ പള്ളി വികാരി ഫാദർ ജോയ് കടമ്പാട്ട് നിർവഹിച്ചു. വികാരി ഫാദർ വർഗീസ് അരിക്കാട്ട്, ജനറൽ കൺവീനർ തോമസ് എറിയാടൻ, ജോയിന്റ് കൺവീനർ പോൾ പീണിക്കപ്പറമ്പിൽ, കൈക്കാരന്മാരായ വിൽസൺ മംഗലൻ, ആൻഡ്രു ചക്കാലമറ്റത്ത്, വർഗീസ് മാടാന, പബ്ലിസിറ്റി കൺവീനർ ജിജോ വാഴപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 3, 4 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിവസം രാവിലെ 10 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 മണിക്ക് തിരുശേഷിപ്പ് ആശീർവാദം എന്നിവ ഉണ്ടായിരിക്കും. കലൂർ ഷീ ഷൈൻസ് ഫിറ്റ്നസ് സെന്ററിന്റെ ഓൺലൈൻ ഫിറ്റ്നസ് ആപ്ലിക്കേഷനായ ഫിറ്റ്നസ് ടു ഓൾ എന്ന ആപ്പിന്റെ ലോഞ്ചിങ്ങും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും തിങ്കളാഴ്ച കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കും. വൈകിട്ട് 5:30 പുതുക്കാട് CI A ആദം ഖാൻ ഉദ്ഘാടനം ചെയ്യും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് ഇനിയുമൊഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി തലോർ സെന്റ് തെരാസിറ്റസ് UP സ്കൂളിൽ ആരംഭിച്ചു. ജനുവരി 1 വരെയാണ് ക്യാമ്പ്. സ്കൂൾ പ്രിൻസിപ്പൽ T. കിൻസ്മോൾ പതാക ഉയർത്തി. NSS വോളണ്ടിയേഴ്സിന്റെ വിളംബര ജാഥയ്ക്ക് ശേഷം നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് T. ലൂയിസ് നിർവഹിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂൾ PTA പ്രസിഡന്റ് ബൈജു വാഴക്കാല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ VD റോജ, സെന്റ് തെരേസിറ്റാസ് UP സ്കൂൾ പ്രധാനാധ്യാപിക CD ഷീബ, PTA പ്രസിഡന്റ് KR ഷൈനി, NSS ലീഡർ ഭദ്ര സരസ്വതി എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ മാറിയ ജീവിതശൈലിയിൽ മലയാളികൾക്കിടയിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഈ അവസ്ഥയെ കൃത്യസമയത്ത് പ്രതിരോധിച്ചില്ലെങ്കിൽ അത് കരൾ രോഗങ്ങൾ ഉണ്ടാക്കിയേക്കാം. റിപ്പോർട്ട് കാണാം. അമിതവണ്ണവും ഉദാസീനമായ ജീവിതശൈലിയുമാണ് ഫാറ്റി ലിവറിന് പിന്നിലെ പ്രധാന കാരണം. ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നിങ്ങനെ 2 വിധത്തിലാണ് ഈ രോഗം കണ്ടുവരുന്നത്. അമിത മദ്യപരിലാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൂടുതലും കാണപ്പെടാറ്. വയറുവേദന മുതൽ പെട്ടെന്ന് വയറ് നിറഞ്ഞെന്ന തോന്നൽ, വിശപ്പില്ലായ്മ, വയറുവീർക്കൽ, മനം മറിച്ചിൽ, ഭാരനഷ്ടം, കാലുകളിൽ നീര്, ചർമ്മത്തിനും കണ്ണിനും മഞ്ഞ നിറം, ക്ഷീണം തുടങ്ങിയവയൊക്കെ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളാണ്. കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. 5% കൂടുതൽ കൊഴുപ്പ് കരളിൽ അടിയുമ്പോഴാണ് അമിത കൊഴുപ്പായി കണക്കാക്കുന്നത്. കരൾ രോഗമുള്ളവർ കർശനമായി മദ്യപാനം ഒഴിവാക്കണം. അതിനൊപ്പം മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും വേണം. ഈ 2 കാര്യങ്ങൾ കരളിനെ ദീർഘകാലം സംരക്ഷിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പ്രമേഹനില അനിയന്ത്രിതമാവുകയും വയറ് ചാടുകയും ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ് മോശം മെറ്റബോളിക് ആരോഗ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് കാരണമാവുകയും ചെയ്യുന്നു. മധുരം പരമാവധി കുറയ്ക്കുക,
ആരോഗ്യകരമായ ഭക്ഷണക്രമം ശീലിക്കുക, മെച്ചപ്പെട്ട ഉറക്കം, പൊണ്ണത്തടി എന്നിവ നിയന്ത്രിക്കുന്നത് ഫാറ്റി ലിവർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. മുപ്ലിയം സർക്കാർ ഹൈസ്കൂളിൽ HST നാച്ചുറൽ സയൻസ് താൽക്കാലിക ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥിയെ ആവശ്യമുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഡിസംബർ 31 രാവിലെ 11 വിദ്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,055 രൂപ, പവന് 1,04,440 രൂപ. പറപ്പൂക്കര നെടുമ്പാൾ ചെറയത്ത് മൂർക്കനാട്ടുകാരൻ കുര്യപ്പൻ ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പോൾ, മേഴ്സി, ജോസ്ഫീന, ലൂസി, ജോസഫ് എന്നിവർ മക്കളും ബെറ്റി, ഫ്രാൻസിസ്, ജേക്കബ്, റപ്പായി, സിജി എന്നിവർ മരുമക്കളുമാണ്. തൊട്ടിപ്പാൾ കോലോൻ പരേതനായ വേലായുധൻ ഭാര്യ തങ്കമണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരി, ജയൻ, പരേതയായ ജയന്തി എന്നിവർ മക്കളും ശശി, ഷാജു, അജിത എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട മുടയിൽ ജോർജ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജെസ്സിയാണ് ഭാര്യ. ചിഞ്ചു, ജിയോ, അഞ്ജു എന്നിവർ മക്കളും സജി, ഐശ്വര്യ, മിൻറ്റോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ പഞ്ചായത്തിലെ 8 കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയിൽ രാജി വിവാദമൊഴിയുന്നില്ല. വാദപ്രതിവാദങ്ങളും ശക്തം. ചൊക്കനയിലെ ഹാരിസൺ എസ്റ്റേറ്റിലുള്ള തൊഴിലാളി പാടികൾക്കു സമീപം കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. മാളാഷ്ടമിച്ചെറിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ മിനി ലോറിയുടെ പിറകിൽ ബൈക്കിടിച്ച് വയോധികൻ മരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഓൾ കേരള ടൈലേഴ്സ് യൂണിയൻ അളഗപ്പ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തലോർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം ഡിസംബർ 29 മുതൽ ജനുവരി 4 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.